പന്തളത്ത് മധ്യവയസ്കനെ ആക്രമിച്ച് സ്കൂട്ടർ തട്ടിയെടുത്ത മോഷണ സംഘത്തെ പന്തളം പോലീസ് പിടികൂടി. 21-ാം തീയതി രാത്രിയാണ് അതിക്രമം നടന്നത്. ബൈക്കിലെത്തിയ 4-അംഗ സംഘം കുടശനാട് സ്വദേശി തുളസീധരനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം സ്കൂട്ടറുമായി കടന്നുകളയുകയായിരുന്നു. മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ചായിരുന്നു കുടശനാട് അരുൺ ഭവനിൽ തുളസീധരനെ അക്രമി സംഘം വീഴ്ത്തിയത്. ടാപ്പിംഗ് തൊഴിലാളിയായ തുളസീധരൻ വളം വാങ്ങി തിരികെ വരുമ്പോഴായിരുന്നു ആക്രമണം. കൈതക്കാട്ടുപടി അമ്പലത്തിന്റെ കാണിക്കവഞ്ചിയിൽ കാണിക്കയിടുന്ന സമയത്തായിരുന്നു അക്രമി സംഘം ബൈക്കുകളിലെത്തിയത്. ശേഷം മരക്കഷ്ണം ഉപയോഗിച്ച് തുളസീധരന്റെ തലക്കടിച്ചു. തുളസീധരന്റെ കയ്യിലുണ്ടായിരുന്ന സ്കൂട്ടറിന്റെ താക്കോൽ ബലമായി പിടിച്ചുവാങ്ങി. KL 31 P 0757 നമ്പറിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടറുമായി അക്രമികൾ സ്ഥലം വിട്ടു. പന്തളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. SP-യുടെ മേൽനോട്ടത്തിൽ അടൂർ DYSP-യുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. 100-ലധികം CCTV-കൾ പോലീസ് പരിശോധിച്ചു. മോഷണ കേസുകളിൽ ഉൾപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്തു. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷണ കേസുകളിൽ പ്രതിയായ കണ്ണനെ തിരിച്ചറിഞ്ഞതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് കാരക്കാട്ടുള്ള ഒളിയിടത്തിൽ നിന്ന് കണ്ണനെ പോലീസ് പൊക്കി. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് അന്വേഷണ സംഘം കീഴ്പ്പെടുത്തിയത്. തുടർന്ന് മറ്റ് കള്ളന്മാരെയും പിടികൂടി. വധശ്രമമടക്കമുള്ള കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. അടൂർ കോടതിയിൽ ഹാജരാക്കിയ അക്രമികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.